ഹനുമാൻ സ്വാമിയെ നിത്യവും ആരാധിക്കേണ്ടവർ. ജീവിതത്തിലായാലും തൊഴിലിലായാലും തടസ്സങ്ങൾ മറികടക്കാതെ നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. അതിന് നമ്മെ പ്രാപ്തനാക്കാൻ ഏറ്റവും ഫലമായ ഒന്നാണ് ദിവസേന ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്നത്. ശുദ്ധവൃത്തിയോടെ ശ്രീരാമദേവനെ മനസ്സിൽ ധ്യാനിച്ചു ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ നമ്മുടെ കൂടെ സ്വാമി എപ്പോഴും ഉണ്ടാകുമെന്നു പറയപ്പെടുന്നു. അതിനായി സന്ധ്യാസമയം രാമനാമം ഉരുവിടാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. രാമ 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 രാം, രാമ രാമ പാഹിമാം, രാമപാദം ചേർണേ, മുകുന്ദ രാമ പാഹിമാം എന്ന് ആവർത്തിച്ചു ജപിച്ചാൽ മതി. ഇതിൽ ശ്രീരാമദേവന്റെ അനുഗ്രഹം മാത്രമല്ല, സീതാദേവിയും ഹനുമാൻ സ്വാമിയും സന്തുഷ്ടരാകുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഏതു കാര്യത്തിലും തടസ്സം വിടാതെ പിന്തുടരുന്നവരാണെങ്കിൽ നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ പ്രതിവിധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങളെക്കൊണ്ടുള്ള ദോഷങ്ങൾ അകന്നുപോകുന്നതിനും ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ മതി. വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഹനുമാൻ സ്വാമിയെ നിത്യവും ഭജിച്ചാൽ ബുദ്ധി, ബലം, ധൈര്യം, കീർത്തി, വാക്സാമർത്ഥ്യം, രോഗമില്ലായ്മ, ഭയമില്ലായ്മ, അജാഡ്യം എന്നീ 8 ഗുണങ്ങൾ ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം. നമ്മിലുള്ള ദൗർബല്യങ്ങളെ മാറ്റാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കണം. ഭയം, തടസ്സം, ശനിദോഷം എന്നിവ അകറ്റി ഊർജ്ജസ്വലതയും പ്രസരിപ്പും നൽകുന്ന ദേവനാണ് വായുപുത്രനായ ഹനുമാൻ സ്വാമി. വെറ്റിലമാല, വടമാല, വെണ്ണ നിവേദ്യം, അവൽ, കദളിപ്പഴ നിവേദ്യം, അഷ്ടോത്തരാർച്ചൻ, കുങ്കുമം ചാർത്തൽ തുടങ്ങിയവയാണ് ഹനുമാൻ സ്വാമിയുടെ പ്രധാന വഴിപാടുകൾ. കർമ്മതടസ്സങ്ങൾ നീങ്ങുന്നതിനും കാര്യസിദ്ധിക്കുമാണ് വെറ്റിലമാല, വടമാല എന്നിവ ഭഗവാൻ ചാർത്തുന്നത്. ആഗ്രഹസാഫല്യത്തിനാണ് വെണ്ണ നിവേദ്യം. നഷ്ടപ്പെട്ട ധനവും ബന്ധങ്ങളും വസ്തുവകകളും തിരിച്ചുകിട്ടുന്നതിനും വിഘ്നനിവാരണത്തിനും അവൽ നിവേദ്യം ഉത്തമമാണ്. അവൽ നിവേദ്യത്തിനു പിന്നിൽ രസകരമായൊരു ഐതിഹ്യം കൂടിയുണ്ട്. സീതാന്വേഷണത്തിന് ലങ്കയിലേക്ക് പുറപ്പെടും മുമ്പ് യാത്രാവേളയിൽ കഴിക്കുന്നതിനായി ശ്രീരാമദേവൻ ഹനുമാന് ഒരു പൊതി അവൽ നൽകിയതായി വിശ്വസിക്കുന്നു. ഇതാണ് ആഞ്ജനേയ സ്വാമിക്ക് അവൽ നിവേദിക്കുന്നത് പിന്നിലെ ശ്രീരാമനുമായുള്ള ഐതിഹ്യം. പവൻസുതൻ ഹനുമാൻ സ്വാമിക്ക് കദളിപ്പഴം നേദിച്ചു പ്രാർത്ഥിച്ചാൽ എത്ര കുഴപ്പം പിടിച്ച സംഗതികളിൽ നിന്നും മോചനം ഉണ്ടാകുമെന്നും കാര്യസിദ്ധി ഉണ്ടായി നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താനായി ഓം ശ്രീ വജ്രദേഹായ്, രാമഭക്തായ്, വായുപുത്രായ്, നമോസ്തുതേ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് വളരെ നല്ലതാണ്. രാത്രികാലങ്ങളിൽ സ്വപ്നം കാണാതിരിക്കാനായി ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് നല്ലതാണ്. കായിക രംഗത്തും പോലീസ്, സൈന്യം തുടങ്ങിയ മേഖലകളിലും പ്രവർത്തിക്കുന്നവർ ഹനുമാൻ സ്വാമിയെ ആരാധിച്ചാൽ കൂടുതൽ ഗുണഫലങ്ങൾ വന്നുചേരും. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ. ഓം ശ്രീരാമജയം, ഓം ശ്രീരാമജയം, ഓം ശ്രീരാം. ശ്രീരാമദേവന്റെ പ്രാർത്ഥനകളും ഭജനവും നമ്മുടെ ഭവനങ്ങളിൽ ദിവസേന ചെയ്താൽ ശ്രീരാമദേവന്റെ അനുഗ്രഹവും ഹനുമാൻ സ്വാമിയുടെ രക്ഷയും നമുക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് പുരാണങ്ങളിൽ പറയുന്നത്. പവനസുതൻ ഹനുമാൻ സർവശത്രുക്കളെയും നിഗ്രഹിക്കും എന്നു മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും ധൈര്യവും നൽകുമെന്നും പറയുന്നു. ഹനുമാൻ സ്വാമിക്കായി നമുക്ക് ഒരുമിച്ച് വിളിക്കാം. ജയ് ഹനുമാൻ ജി, ജയ് ആഞ്ജനേയ സ്വാമി ജി, ജയ് ബജരംഗബലി ജി കി ജയ്.